ഇന്നലത്തെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ സിനിമാ ബന്ധങ്ങളിലേക്ക് അന്വേഷണം കടക്കുന്നു എന്നുള്ള വാർത്തയാണ് ന്യൂസ് ടെൻസിൽ ആദ്യം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും എക്സൈസ് ചോദ്യം ചെയ്യും എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. താരങ്ങൾക്ക് ലഹരി നൽകിയെന്ന മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകുക. തസ്ലീമ സുൽത്താനയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ എക്സൈസിന് ലഭിച്ചു. പ്രതിയുമായി ഒരുമിച്ച് പലതവണ ലഹരി ഉപയോഗിച്ചതായും മുഖ്യപ്രതിയുടെ മൊഴിയുണ്ട്. ഈ ലഹരി കേസ് കൂടാതെ തസ്ലീമയുടെ സെക്സ് റാക്കറ്റുമായുള്ള ബന്ധം സംബന്ധിച്ച വിവരങ്ങളും എക്സൈസ് പോലീസിന് കൈമാറുകയാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഈ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടപ്പോൾ ഉള്ളതിനേക്കാളും വലിയ വ്യാപ്തിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് നേരത്തെ തന്നെ ലഹരി കേസുകളിൽ അല്ലെങ്കിൽ ആരോപണം ഉയർന്നിട്ടുള്ള താരങ്ങളാണ് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും. അതിനപ്പുറത്തേക്ക് കൂടി ഈ ബന്ധങ്ങൾ കടക്കുന്നു. മുഖ്യപ്രതിക്കുള്ള കൂടുതൽ ബന്ധങ്ങൾ, ഈ രണ്ടുപേരുമായിട്ടുള്ള ചാറ്റുകളുടെ വിവരങ്ങൾ എക്സൈസിന്. അങ്ങനെ മലയാള സിനിമയ്ക്ക് നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു എന്നാണോ? കൂടുതൽ കണ്ണികൾ ഇതിനകത്തുണ്ട് എന്നാണോ? അന്വേഷണം ആ തരത്തിലേക്ക് മുന്നേറാൻ കഴിയും, മുന്നോട്ടാണ് പോകുന്നത് എന്നുകൂടി പറയുന്നുണ്ടോ എക്സൈസ്? തീർച്ചയായിട്ടും ഔദ്യോഗികമായി അവർ അങ്ങനെ ഒരു സ്ഥിരീകരണം നൽകുന്നില്ലെങ്കിൽ പോലും അനൌദ്യോഗികമായി അക്കാര്യങ്ങൾ നമ്മളോട് സ്ഥിരീകരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതായത് ഷൈൻ ടോം ചാക്കോയ്ക്കും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിക്കുമെതിരെ കൃത്യമായ മൊഴി തസ്ലീമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഫോണിന്റെ പ്രാഥമികമായ പരിശോധന നടത്തിയിട്ടുള്ളത്. ഈ പ്രാഥമിക പരിശോധനയിൽ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒപ്പം തന്നെ ചാറ്റുകൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് സംഘം നമ്മളോട് സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിൽ പ്രാഥമിക ഈ കേസുമായി കണക്ട് ചെയ്യുന്ന, ഇവരെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന അത്രയും രീതിയിലുള്ള ഒരു പ്രാഥമിക തെളിവുകൾ ശേഖരിക്കുന്നതിനായി എക്സൈസിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തസ്ലീമ നൽകിയ പ്രധാന മൊഴിയിൽ ഇവർ ഒരുമിച്ച് വിവിധ ഇടങ്ങളിലായി ഈ ലഹരി, അതായത് ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു മൊഴിയും ഇവർ നൽകിയിട്ടുണ്ട്. അത് ഇനി അത്തരം കാര്യങ്ങളടക്കം ഈ പരിശോധിക്കണമെങ്കിൽ അതിലൊരു കൃത്യമായ തീരുമാനത്തിലേക്ക്, നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായും ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്തേ മതിയാകും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നോട്ടീസ് കൈമാറുമെന്നുള്ളതാണ്. ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ എത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് ആയിരിക്കും ഇവർക്ക് കൈമാറുക. അതിനുള്ള നടപടിക്രമങ്ങൾ എക്സൈസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ ഈ വാർത്ത പുറത്തുവിടുന്ന ഘട്ടം മുതൽ തന്നെ സിനിമാ മേഖലയ്ക്ക് ഈ ഒരു വൻ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിച്ചതാണ്. പറഞ്ഞാൽ അതിൽ തന്നെ വലിയൊരു സെക്സ് റാക്കറ്റും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിരുന്നു. കാരണം ഇവരെ ചോദ്യം ചെയ്യുന്ന ഘട്ടം മുതൽ തന്നെ ആ പുലർച്ചെ 1 മണിയോടെയുള്ള സമയങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെയും ഇവർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തന്റെ ബന്ധങ്ങളെ കുറിച്ച് നമ്മളുടെ മുമ്പിൽ, നമ്മളുടെ സാന്നിധ്യത്തിൽ പോലും അവർ എക്സൈസ് ഉദ്യോഗസ്ഥരോട് തുറന്ന് പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. സിനിമയിൽ സ്ക്രിപ്റ്റ് ട്രാൻസ്ലേറ്ററായി ആണ് ഇവര് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളുടെ മുമ്പിൽ വെച്ച് അവർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ സാറിനോട് പറഞ്ഞത്. ഒപ്പം തന്നെ വ്യക്തമാക്കിയത് താൻ അഭിനയിച്ച 2-3 ചിത്രങ്ങൾ റിലീസ് ആവാനുണ്ട്, അതിനകത്ത് ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ചെന്നൈയും ഈ തസ്ലീമ എന്ന ഇവർ ക്രിസ്റ്റീനയാണ് ഇവിടെ അറിയപ്പെടുന്നത്. കണ്ണൂർ സ്വദേശിയാണെങ്കിലും ഇവര് ചെന്നൈ ആണ് വർഷങ്ങളായിട്ടുള്ള താമസം. കുടുംബം ചെന്നൈയിലാണ്. ചെന്നൈ മുതൽ ഈ എറണാകുളം വരെ വ്യാപിച്ചു കിടക്കുന്ന സിനിമാ ബന്ധങ്ങൾ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, പ്രധാന ഹബ്ബ്, സിനിമാ മേഖലയിലെ പ്രധാന ഹബ്ബ് കൊച്ചിയാണ്. ഒപ്പം തന്നെ ചെന്നൈയും കൊച്ചിയും അടക്കമുള്ള ഈ മേഖലകളിൽ ഇവർക്ക് വലിയ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ചോദ്യം ചെയ്യലിന്റെ അല്ലെങ്കിൽ ഈ പ്രാഥമികമായി നമ്മൾ ഇവരെ പിടിച്ച ഘട്ടത്തിൽ തന്നെ ന്യൂസ് 18 ഇവർക്കൊപ്പം ആ ഒരു സ്ഥലത്ത്, ആ ഒരു റിസോർട്ടിൽ നമ്മളും ഉണ്ടായിരുന്നു. പിടിച്ച ഘട്ടത്തിലൊക്കെയും കൂടെ ഉണ്ടായിരുന്ന ഫിറോസ് ഉൾപ്പെടെ പതറിയപ്പോഴും ഇവർ വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ഈ തസ്ലീമയെ നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ ഈ തസ്ലീമ സുൽത്താന എന്ന ഇവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ അവർ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് സിനിമാ മേഖലയിൽ കൃത്യമായ ബന്ധങ്ങളുണ്ട്, ഒപ്പം സെക്സ് റാക്കറ്റുമായി തനിക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു കേസ് തനിക്കുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ എന്നോട് വരെ അവർ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. കാരണം ഇവരെ പിടിക്കുന്ന കഴിഞ്ഞ ദിവസം ഓമനപ്പുഴയിൽ രാത്രി 10:30 ഓമനപ്പുഴയിലെ മാരാരി ഗാർഡൻ
ഗാർഡൻ വില്ല എന്ന ഹോം സ്റ്റേയിലേക്ക് ഇവർ എത്തുന്നത്. എക്സൈസ് വിരിച്ച വലയിൽ കൃത്യമായി വന്ന് കയറുകയായിരുന്നു. കാരണം രാവിലെ എക്സൈസ് CI മഹേഷ് നേതൃത്വത്തിലുള്ള സംഘം ആ പ്രദേശത്തുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഹൈബ്രിഡ് കഞ്ചാവുമായി വൈകിട്ട് ഈ ഒരു ടീം എത്തുന്നുണ്ടെന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻ എക്സൈസിന് കിട്ടിയത്. അവർ ക്ഷമയോടെ കാത്തിരുന്ന് തന്നെയാണ് ഈ റിസോർട്ടിലേക്ക് സിനിമയിലേക്കുള്ള കൂടുതൽ ബന്ധങ്ങളുടെ തെളിവുകൾ പുറത്തു വരുമ്പോൾ സിനിമാ നിർമ്മാതാവ് ലിബർട്ടി ബഷീർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ലിബർട്ടി ബഷീർ, ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി ഇവർ ലഹരി ഉപയോഗിച്ചു, പ്രതിക്കൊപ്പം ലഹരി ഉപയോഗിച്ചു എന്നതടക്കമുള്ള തെളിവുകളൊക്കെ പുറത്തു വരുന്നു, സ്ക്രീൻ ഷോട്ടുകൾ വരുന്നു, ചാറ്റുകളുടെ ഒക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് കൂടുതൽ സിനിമാ ബന്ധമുണ്ട് ഈ പ്രതിക്ക്, കൂടുതൽ പേർക്ക് ലഹരി നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള തെളിവുകളാണ് വരുന്നത്. പലപ്പോഴും മലയാള സിനിമയിലെ ലഹരി ബന്ധങ്ങളുമായി ഉള്ള ആരോപണങ്ങളും കേസുകളും വരുമ്പോൾ ഇത് നിഷേധിക്കുന്നവരാണ് കൂടുതൽ. ഈ പുതിയ കേസുകൾ വലിയ വലിയ ബന്ധങ്ങളിലേക്കും വലിയ വലിയ പേരുകളിലേക്കും എത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് രണ്ടുപേരും ഒരാളുടെ പേരില് സംഘടന കഴിഞ്ഞ ഒരു വർഷം മുമ്പേ 6 മാസം സസ്പെൻഡ് ചെയ്തതാണ്. സംഘടന സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തങ്ങ് പുറത്താക്കിയായിരുന്നു. എന്നിട്ട് ആ കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? 6 മാസം സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല തീരുമാനം എടുത്തിട്ട് പുറത്തു നിന്നിട്ട് വീണ്ടും മാപ്പ് പറഞ്ഞിട്ട് ഈ മാതിരി സംഭവം ഉണ്ടാവില്ല എന്നുള്ള എഗ്രിമെന്റ് ചെയ്തിട്ടാണ് രണ്ടാമത് സിനിമയിൽ അഭിനയിപ്പിച്ചത്. ക്ലാസ്സിൽ മറ്റേയാളെ പിന്നെ ഇത് അങ്ങനത്തെ ഒരു കേസ് സംഘടനാപരമായ കേസ് ഉണ്ടായിട്ടില്ല. ഇത് പറയുന്ന സംഭവം ശരിയായിരിക്കും. അതായത് ശ്രീ ലിബർട്ടി ബഷീർ, പരിശോധന പലപ്പോഴും നടത്തും എന്ന് പറയുമ്പോൾ അതൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പരസ്യമായിട്ട് സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് മറുപടിയൊക്കെ വരാറ്. പക്ഷേ ഈ പരിശോധനകളൊന്നും നടക്കാറില്ല. ഇപ്പോൾ ഈ ലഹരിവേട്ടയൊക്കെ എല്ലാ ഭാഗത്തും നടക്കുമ്പോഴും ഏതെങ്കിലും ഒരു സിനിമാ സെറ്റിൽ അങ്ങനെ ഒരു ലഹരിവേട്ട നടന്ന ഒരു വാർത്ത പോലും വന്നിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഒരിക്കലും നടക്കില്ല. സിനിമാ സെറ്റിലൊന്നും പരിശോധന നമ്മൾ പറയേണ്ടതെന്ന് പ്രായോഗികമാക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സിനിമാ സെറ്റിൽ പോയിട്ട് പരിശോധിക്കുക, അപ്പൊ ലൊക്കേഷനിൽ ഷൂട്ടിങ് നിന്നാൽ ലക്ഷക്കണക്കിന് പ്രൊഡ്യൂസർക്ക് നഷ്ടം വരും എന്തെങ്കിലും സംഭവിച്ചാല്. അപ്പൊ അതൊന്നും നടക്കാത്ത രീതിയിൽ കുറെ വാക്കുവഴിയും പരിശോധന നടത്തും മറ്റൊന്നും നടത്തി നിർത്താൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല, പരിശോധന നടത്തിക്കോളൂ എന്നാണല്ലോ സിനിമാ പ്രവർത്തകർ പക്ഷെ പരസ്യമായിട്ട് പറയാറുള്ളത്. പക്ഷെ ശരിക്കും അത് നടക്കാറില്ല, അത് സമ്മതിക്കാറില്ല. അതാണോ? അതെ തന്നെ. അത് നടത്താക്കാൻ ബുദ്ധിമുട്ടാണ്. സെറ്റില് ഇങ്ങനെ പരിശോധന നടത്തി കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ബ്ലോക്ക് ആവുമല്ലോ. നിങ്ങൾ പറഞ്ഞത് ഒരു സിനിമ ഷൂട്ടിങ് തുടങ്ങിയാൽ ഓരോ മിനിറ്റിനും പൈസയാണ്, ചെലവാകുന്ന പൈസയാണ്. അപ്പൊ അത് ആരും സമ്മതിക്കൂല. അങ്ങോട്ട് നടപ്പിലാക്കിയില്ല. എക്സൈസും നോക്കൂല, പോലീസും നോക്കൂല. ഒരു വെറുതെ ഫോർമാറ്റിൽ പരിശോധന നടത്താൻ പറയുകയില്ലാതെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തൊക്കെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ ഇത്തരം ലഹരി ഉപയോഗങ്ങൾക്കൊക്കെ ശേഷമാണ് കൂടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അതൊക്കെ സിനിമാക്കാർക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണല്ലോ അല്ലേ? എല്ലാം സത്യമാണ്. ഇവർ കൊടുത്ത മൊഴിയും സത്യമായിരിക്കും. ഇതൊക്കെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഉപയോഗിച്ച കൂട്ടർ പെട്ടെന്ന് നിർത്താൻ പറ്റൂല അങ്ങോട്ട്. അപ്പോഴും ഈ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി ഇതാദ്യമായിട്ടല്ല ഇവരുടെ പേരുകളൊക്കെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത്. പക്ഷെ ഈ 2 പേരുകളിൽ ഒരിക്കലല്ല. ബാസിനെ പറ്റി മുമ്പേ ആരോപണം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാഥ് ബാസിന്റെ ഇതേ ആരോപണം ഉണ്ടായിട്ട് പടത്തിൽ അഭിനയിക്കുന്നില്ല, വാക്ക് പാലിക്കുന്ന സിനിമ ഇന്ന് അഭിനയിക്കുന്നതെന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് അഭിനയിക്കാൻ പാടില്ല തീരുമാനം എടുത്തായിരുന്നു. അല്ല, ഈ ലഹരി ബന്ധം ഇവർക്ക് 2 പേർക്ക് മാത്രമേ മലയാള സിനിമയിലുള്ളോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഒരു ഷൈൻ ടോം ചാക്കോയും ഒരു ശ്രീനാഥ് ബാസിയിലും തീരുമോ ഇതെല്ലാം? ഒരിക്കലല്ല. അതിനകത്തും വലിയ വലിയ വമ്പന്മാരിലുണ്ടാവും. ഞാൻ പേര് ഞാൻ പറഞ്ഞില്ല. വലിയ വമ്പന്മാരിലും ഉണ്ടെന്നുണ്ട് സത്യമാണ്. ആ വമ്പന്മാരിലേക്കൊന്നും പക്ഷെ അന്വേഷണം എത്താറില്ല, പറഞ്ഞും കേൾക്കാറില്ല. അപ്പൊ ഇത്തവണത്തെ ഒരിക്കലും അന്വേഷണം എത്തിയില്ല, ഒരിക്കലും എത്തില്ല. ഈ കേസിനും അത് തന്നെ സംഭവിക്കും, അതാണ് താങ്കളും കരുതുന്നത്? ഈ കേസും ഈ 2 പേരിൽ അവസാനിക്കും? തീർച്ചയായിട്ടും.
റൈറ്റ്. നിർമ്മാതാവ് ലിബർട്ടി ബഷീറാണ് പ്രതികരിച്ചത്. അത് തന്നെയാണ് ഈ ഉയരുന്ന വിഷയം. എന്തുകൊണ്ടാണ് കൂടുതൽ പരിശോധനകൾ നടക്കാത്തത്, മറ്റു വലിയ പേരുകളിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അത് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ പറയുന്നു. ഈ പേരുകളൊന്നും പുറത്തു പറയാൻ കഴിയുകയില്ല എന്നുള്ളത്. കൂടുതൽ പ്രതികരണങ്ങൾക്കായി കാക്കുന്നു. ശരണ്യയിലേക്ക് വീണ്ടും. ശരണ്യ, പരിശോധന നടത്തും എന്ന് പലതവണയാണ് പറഞ്ഞിട്ടുള്ളത്. ഷൂട്ടിംഗ് സെറ്റുകളിൽ ഷാഡോ പോലീസ് അടക്കം